കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കരവാളൂർ വാഴവിള സ്വദേശി സാജൻ ജോർജിന്റെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്തു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, മന്ത്രി J ചിഞ്ചുറാണി, പുനലൂർ MLA PS സുബാൽ എന്നിവർ നേരിട്ട് സാജൻ ജോർജിന്റെ വീട്ടിലെത്തിയാണ് 16 ലക്ഷം രൂപയുടെ ചെക്ക് സാജന്റെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചത്. നമ്മൾ കുവൈറ്റിൽ ഉണ്ടായ വളരെ വിഷമകരമായ സംഭവത്തിൽ ഉണ്ടായ വേർപാടിനെ തുടർന്ന് നമ്മുടെ നാട് മൊത്തം ഈ കുടുംബങ്ങളെ സഹായിക്കാനുള്ള എല്ലാ പിന്തുണയായിട്ടുണ്ടായിരുന്നു. ആ കുടുംബങ്ങൾക്കുള്ള ഒരു ധനസഹായം ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. നോർക്ക ഫ്രൂട്ട്സും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഇതിനെ സഹായിക്കുന്ന മറ്റ് ചില വ്യക്തികൾ, സംഘടനകളൊക്കെ തന്നിരുന്ന സഹായമുണ്ട്. അത് ഇന്ന് 16 ലക്ഷം രൂപ ഇന്നിവിടെ നൽകുക. ഇതുപോലെ ഇന്ന് ജില്ലയിലെ മറ്റ് 3 വീടുകളിൽ കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും കുറച്ച് സഹായങ്ങൾ വരാനുണ്ട്. ഇന്നിപ്പോൾ ഇത് നൽകാനായിട്ടാണ് എല്ലാവരും എത്തിയത്. ബഹുമാനപ്പെട്ട മന്ത്രിയും MLA യും ജില്ലാ കളക്ടറുണ്ട്. മറ്റ് സ്ഥലത്തും ഇതുപോലെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നത്. ഒട്ടേറെ ആൾക്കാർ മരണപ്പെട്ടു. നമ്മുടെ കൊല്ലം ജില്ലയിൽ 4 കുടുംബങ്ങളിലാണ് ഈ മരണം എത്തിയത്. 4 കുടുംബങ്ങളിലെയും കേരളത്തിലെ ഗവൺമെൻറ് മന്ത്രിസഭ കൂടി തന്നെ അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുവാനുള്ള തീരുമാനമെടുത്തു. ഇപ്പോൾ നോർക്ക, മറ്റ് പ്രവാസി സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒട്ടേറെ ധനസഹായങ്ങൾ, നമുക്കറിയാം ധനസഹായങ്ങളൊന്നും കൊടുത്തുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഒരാളുടെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റാത്തതാണ്. ഏതായാലും ശരി, ഇന്ന് നമ്മൾ 16 ലക്ഷം രൂപയാണ് കുടുംബത്തെ ഇന്ന് ഏൽപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷവും നോർക്ക പ്രഖ്യാപിച്ച 11 ലക്ഷവും ചേർത്താണ് 16 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. മന്ത്രിമാരെ കൂടാതെ നോർക്ക ഉദ്യോഗസ്ഥരും കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ്, മറ്റ് ജനപ്രതിനിധികൾ, പ്രദേശത്തെ പൊതുപ്രവർത്തകർ, RDO, തഹസീൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും സഹായ വിതരണത്തിന് സാജന്റെ വീട്ടിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.